ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത്, അപ്പോൾ ശങ്കറിൻ്റെ കയ്യിൽ വിലങ്ങ് വെച്ചിരിക്കുന്നത് ധ്രുവനെ തീർത്തിട്ട് ശങ്കർ ഇങ്ങനെ നിൽക്കുന്നതുമാണ്. അപ്പോൾ ഗൗരി ഓടി വന്നിട്ട്, ഇവൻ ജീവനോട് ഇരുന്നാലുണ്ടല്ലോ, പിന്നെ ഞാൻ ആണാന്ന് പറഞ്ഞ മീശ വെച്ച് നടക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ? ഇപ്പം ശങ്കർ ജയിച്ചു എന്നാണോ കരുതുന്നത്? നമ്മുടെ ജീവിതം പോയില്ലേ ശങ്കർ എന്നെക്കുറിച്ച് ഒരു നിമിഷം പോലും ശങ്കർ ആലോചിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഗൗരി അലറി വിളിച്ച് കരയുന്നതും ശങ്കറിനെ ജയിലിലേക്ക് പോലീസ് വാഹനത്തിൽ കൊണ്ടുപോകുന്നതുമാണ് കേട്ടോ അവസാനമായിട്ട് കണ്ടത്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഇത് ഗൗരി സ്വപ്നം കാണുന്നതാണ്. ഗൗരി ഞെട്ടി വലിച്ച് കാറി എഴുന്നേക്കുകയാണ്, ശങ്കർ എന്ന് വിളിച്ച്. അപ്പോൾ ശങ്കർ ഇത് അടുത്ത് കിടപ്പുണ്ട്. വേഗം ശങ്കർ എഴുന്നേറ്റോ. എന്താ ഗൗരി, എന്താ പറ്റിയത് നിനക്ക് എന്ന് ചോദിച്ചു. എന്തോ കാര്യമായ സ്വപ്നം കണ്ട് നീ കാര്യമായിട്ട് പേടിച്ചിട്ടുണ്ടല്ലോ. ഗൗരി, നിനക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചോ. നല്ലോണം പേടിച്ചിട്ടുണ്ടല്ലോ. എന്താ മോളെ, നിനക്ക് എന്താ പറ്റിയത്? അപ്പോൾ വേഗം തിരിഞ്ഞെഴുന്നിട്ട് ശങ്കറിൻ്റെ കൈ പിടിച്ചിട്ട് തിരിച്ചും മറിച്ചും ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഗൗരി, നീ എന്തീ നോക്കുന്നത്? എൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? ശങ്കറിൻ്റെ കയ്യിൽ എനിക്കെൻ്റെ ശങ്കറിനെ എനിക്കങ്ങനെ കാണാൻ പറ്റില്ല. നമുക്ക് ജീവിക്കണം ശങ്കർ, നമുക്ക് ജീവിക്കണം. എനിക്കെൻ്റെ ശങ്കറിനൊപ്പം ജീവിക്കണം. എനിക്ക് ജീവിച്ചേ പറ്റുള്ളൂ. എന്നെ ഒരുപാട് ഇഷ്ടമാണെന്നല്ലേ എപ്പോഴും പറയാ. എന്നിട്ട് എന്തിനാ ശങ്കർ അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പോൾ ശങ്കറിനൊന്നും മനസ്സിലായില്ല. ദേ ഗൗരി, ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയണത്? നീ ഇപ്പോഴും ആ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നിട്ടില്ലേ എന്ന് ചോദിച്ചു. ഇപ്പോഴും എൻ്റെ കിടാവ് ആ സ്വപ്നലോകത്ത് തന്നെയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ട് എനിക്ക് കുടിക്കാൻ വെള്ളം എന്ന് പറഞ്ഞു. അപ്പോൾ ശങ്കർ വേഗം തന്നെ വെള്ളം എടുത്ത് ഗൗരിക്ക് കൊടുത്തു. ആക്രാന്തം പിടിച്ച പോലെ ആൾ കുടിക്കുകയാണ്. എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. അപ്പോൾ ഗൗരി ഇരുന്ന് കരയുക. എൻ്റെ കിടാവ് കരയാണോ? എന്ത് സ്വപ്നമാണ് നീ കണ്ടത് എന്ന് ചോദിച്ചു. വേണ്ട, നീ ഒന്നും പറയണ്ട, എൻ്റെ കിടാവ് കരയണ്ട. നിനക്ക് വിഷമമുണ്ടാക്കുന്ന സ്വപ്നമൊക്കെ ആണെങ്കിൽ എന്നോട് പറയണ്ട കേട്ടോ എന്ന് പറഞ്ഞ് ശങ്കർ വേഗം ഗ്ലാസ്സൊക്കെ വാങ്ങി വെച്ചിട്ട്, ഗൗരി നീ കിടന്നോ, നീ സമാധാനമായിട്ട് കിടന്നൊന്ന് കിടക്ക്, ഇനി ഇരിക്കണ്ട, കിടന്നോ കേട്ടോ എന്ന് പറഞ്ഞു. അവസാനം ഗൗരി പതുക്കെ കിടക്കുകയാണ്. അപ്പോൾ ശങ്കർ ഇങ്ങനെ തൂത്തും തലോടി, എൻ്റെ മോളെ നിനക്കിത് എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശങ്കറിനെ നോക്കിയിട്ട് വളരെ ദയനീയമായിട്ട് ശങ്കർ ഈ ധ്രുവൻ്റെ പിന്നാലെ പോവരുത് എന്ന് പറഞ്ഞു. അപ്പോൾ പേടിയുടെ കാര്യമൊക്കെ ശങ്കറിന് മനസ്സിലായി. അവൻ്റെ തെറ്റുകൾക്ക് അവനെ ശിക്ഷിക്കേണ്ടത് ശങ്കറല്ല, നിയമമാണ് അവനെ ശിക്ഷിക്കേണ്ടത്. അതുകൊണ്ട് നിയമപരമായി ധ്രുവനെ കിട്ടേണ്ട ശിക്ഷ നമുക്ക് വാങ്ങിക്കൊടുക്കാം. പ്ലീസ്, എന്താ അവനെതിരെ ശങ്കർ ആയുധം എടുക്കരുത് എന്ന് പറഞ്ഞു. എൻ്റെ കിടാവേ, ഇതാണോ നീ സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും ഒന്ന് കിടന്നുറങ്ങി? നീ ഇങ്ങനെ വിഷമിക്കാതെ, ഒരു കുഴപ്പമുണ്ടാവില്ല. ശങ്കർ ഭയല്ലേ ഈ പറയണത്? പോരാ, ഒന്നിനും ഇറങ്ങില്ല എന്ന് പറഞ്ഞ് ശങ്കർ എനിക്ക് വാക്ക് താ ശങ്കർ. എൻ്റെ ഗൗരി, ഈ നാട്ടിലെ നിയമവ്യവസ്ഥയ്ക്ക് ഇല്ലേ? പിന്നെന്താ, അവൻ ചെയ്ത തെറ്റിന് നീ പറഞ്ഞതുപോലെ തന്നെ നിയമപരമായിട്ട് തന്നെ അവന് ശിക്ഷ കിട്ടണം. നീ പേടിക്കണ പോലെ അവനെ ശിക്ഷിക്കാൻ ഞാൻ ഈ ത്രിശൂലം എടുക്കില്ല. പോരെ നിനക്ക് എന്ന് ചോദിച്ചു. നീ സമാധാനിക്ക്, ഞാൻ ആയുധം എടുക്കില്ല. നിയമത്തിൻ്റെ വഴിക്ക് തന്നെ അങ്ങ് പോട്ടെ. നീ സമാധാനിക്കുക. നമുക്കിവിടെ 100 കൂട്ടം പണിയില്ലേ? പിന്നെ എന്തിനാ ഗൗരി ഇവൻ്റെ പിന്നാലെ പോകാൻ നമുക്ക് ടൈമില്ല കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ നിനക്ക് എന്ന് ചോദിച്ചു. നീ ആവശ്യമില്ലാത്ത കാര്യം ആലോചിച്ച് ഉള്ള സമാധാനവും സ്വസ്ഥമായിട്ട് കളയാതെ മര്യാദയ്ക്ക് കിടന്നുറങ്ങാൻ നോക്കെൻ്റെ കിടാവേ. നീ ഇങ്ങനെ ഉറക്കമൊക്കെ കളഞ്ഞ വെറുതെ അസുഖമൊന്നും വരുത്തി വെക്കണ്ട കേട്ടോ. എനിക്ക് വേറെ ആരാ ഉള്ളത്? നീയല്ലേ ഉള്ളൂ. ദേ കിടന്നുറങ്ങി എന്ന് പറഞ്ഞ് ഗൗരിയോട് കൂടെ. എന്നിട്ട് ശങ്കറും കയറി കിടന്നു കേട്ടോ ആ സൈഡിലോട്ട്. അപ്പോൾ ശങ്കർ ഇങ്ങനെ കിടന്നിട്ട് ഗൗരി ഇങ്ങനെ നോക്കുകയാണ്. ഗൗരി ആകെ പേടിച്ചു പോയി വല്ലാണ്ട്. ശങ്കർ, സത്യമാണോ? എന്നെ ഒന്ന് ചേർത്ത് പിടിക്കുമോ എന്ന് ചോദിച്ചു. പിന്നെന്താ, വടക്കുനാഥൻ നിന്നെ ചൂണ്ടിക്കാണിച്ച് അന്ന് മുതൽ നിന്നെ ചേർത്ത് പിടിച്ചിരിക്കുകയല്ലേ, വാ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലേക്ക് നെഞ്ചോട് ചേർത്ത് ഗൗരിയെ ഇങ്ങനെ പിടിക്കുകയാണ് കേട്ടോ ശങ്കർ. ആളാകെ വല്ലാണ്ട് പേടിച്ചു പോയി സ്വപ്നം കണ്ടിട്ട്. അത് വേഗം ശങ്കർ ഇങ്ങനെ നോക്കിയിട്ട്, ശങ്കർ എന്താ എൻ്റെ ഗൗരി, നീ ഇങ്ങനെ സംസാരിച്ച് സമയം കളയണ്ട, നീ കിടന്ന് ഉറങ്ങുക. ശങ്കറിൻ്റെ വാക്കുകളെ എനിക്ക് വിശ്വസിക്കാവോ എന്ന് ചോദിച്ചു. എനിക്ക് വിശ്വസിക്കാവോ? ധ്രുവനെതിരെ ശങ്കർ ആയുധം എടുക്കില്ല എന്ന് പറഞ്ഞത് സത്യമാണോ?
അപ്പം ശങ്കർ കുറേ കാര്യങ്ങൾ കണക്ക് കൂട്ടി തന്നെയാട്ടോ. എനിക്ക് വിശ്വസിക്കാമല്ലോ അല്ലേ എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുകയാണ്. അവൻ അവൻ്റെ വഴിക്ക് പോട്ടേന്നേ, ഞാൻ എൻ്റെ വഴിക്കല്ലേ പോവുള്ളൂ. അതെ, വിഷമിക്കൊന്നും വേണ്ട, നീ ഉറങ്ങിക്കോട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും ഗൗരിയെ ചേർത്ത് പിടിച്ച് ശംഖു ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എന്നാലും ഗൗരിക്ക് ഒരു ടെൻഷനുണ്ട്. എന്നാൽ ശങ്കറിന് ആലോചിച്ച് തീരുമാനം എടുത്തിട്ടുമുണ്ട്. എന്നെ സമാധാനിപ്പിക്കാൻ ശങ്കർ വെറും വാക്ക് പറയുന്നതായിരിക്കുമോ എന്ന് ഗൗരിക്കൊരു സംശയമുണ്ട്. അപ്പോൾ ശങ്കറിൻ്റെ മനസ്സിലിങ്ങനെ തീയാണ് ഗൗരിയുടെ. ഇത്രയും നാൾ ശങ്കറിനെ അറിയിക്കണം എന്നായിരുന്നു. ഇനി അറിയിച്ച് കഴിഞ്ഞുള്ള ഭവിഷ്യത്തോർത്തിട്ട് ഗൗരിക്ക് ഒരു സമാധാനവും ഇല്ല. പിന്നെ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ടി വീട്ടിലാണ്. അപ്പോൾ ഗൗരി എന്തോ ഭയങ്കര ആലോചനയിലാണ്. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ഗംഗ അങ്ങോട്ട് പോണത്. എന്നാലും ഇത് വല്ലാത്ത സർപ്രൈസായി പോയല്ലോ. അവന് വല്ലാത്ത സർപ്രൈസായിട്ട് മിണ്ടാതിരിക്കുക അല്ലേ, പൊളിച്ചടിക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനൊരു വലിയ കാര്യം ഉണ്ടായിട്ട് ശംഖു എന്നോട് സൂചിപ്പിക്കുക പോലും ചെയ്യാഞ്ഞത് മോശമായി പോയി. അപ്പോൾ ഈ ഗൗരി ഇവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഗംഗ അങ്ങോട്ട് പോവായിരുന്നു. അപ്പോൾ ഗൗരിയുടെ അടുത്തേക്ക് വന്നു. ഗൗരി എന്ന് വിളിച്ചു. എന്താ, നിങ്ങൾ നല്ല ആൾക്കാരാ. ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പം എന്നോട് കൂടി ഒന്ന് പ്ലാൻ പറയണ്ടേ? ട്രിപ്പ് പ്ലാൻ ചെയ്തെന്നോ? ആര് എന്ന് ചോദിച്ചു. അപ്പോൾ ഗൗരി ഒന്നും അറിഞ്ഞില്ലേ? എന്തറിഞ്ഞില്ലേന്നായി ചോദിക്കണത്? ഓഹോ, ഇപ്പോഴല്ലേ ശംഖുവിൻ്റെ പ്ലാൻ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇത് ഗൗരിക്കുള്ളൊരു സർപ്രൈസാട്ടോ ഈ ട്രിപ്പ്. ഗംഗ, താൻ എന്തായി പറയണത്? എനിക്കൊന്നും മനസ്സിലായില്ല. ആരെ ഇപ്പോൾ ട്രിപ്പ് പോണത്? താനും ശംഖുവും? ഞാൻ അല്ല, ഞങ്ങൾ ട്രിപ്പ് പോകുന്നുണ്ടെന്ന് ഗംഗയോട് പറഞ്ഞോ? ശംഖു എന്നോടൊന്നും പറഞ്ഞില്ല. പക്ഷേ അമ്പലത്തിൽ പോയപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. അതെന്താ ഗംഗ എന്താ ഇങ്ങനെ പറയണത്? ഒന്നും മനസ്സിലാകുന്നില്ല. എടോ, ഞാനേ ഇന്ന് നമ്മുടെ കുട്ടി അമ്പലം വരെ ഒന്ന് പോയിരുന്നു കേട്ടോ. ശംഖു സോപാനം കൊട്ടണ ആ കുട്ടിയമ്പലം ഇല്ലേ, അവിടേക്ക് തന്നെയാട്ടോ പോയത്. പക്ഷേങ്കിൽ അവിടെ ചെന്നപ്പോഴല്ലേ കാര്യങ്ങൾ അറിയണത്. ശംഖു അവിടുത്തെ ജോലി വേണ്ടാന്ന് വെച്ചു എന്ന്. ശങ്കർ കുട്ടിയമ്പലത്തിലെ ജോലി വേണ്ടാന്ന് വെച്ചെന്നോ? അതെ, ഞാൻ അമ്പലത്തിൽ ചെന്നപ്പോൾ അവിടെ ശംഖുവിന് പകരം വേറെ ആരും നിന്ന് സോപാനം വായിക്കുന്നു. അപ്പം എനിക്ക് ഡൗട്ട് അടിച്ചു. അമ്പലക്കാരോട് ഞാൻ ആ കമ്മിറ്റിക്കാരില്ലേ അവരോട് ചെന്ന് ചോദിച്ചപ്പോഴാണ് അവരാ കാര്യം പറഞ്ഞത്. എന്നിട്ട് കമ്മിറ്റിക്കാരെന്താ ഗംഗ പറഞ്ഞത്? അത് വേറെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഇപ്പം അമ്പലത്തെ സോപാനം വായിക്കുന്ന ആളെ ശംഖു തന്നെയാ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തേന്ന് പറഞ്ഞു. ശങ്കറിന് അമ്പലത്തിലെ ജോലി വേണ്ടാന്ന് വെച്ചത്? ആ, ഈ ക്വസ്റ്റ്യൻ തന്നെയല്ലേ ഞാൻ അവരോടും ചോദിച്ചത്. പക്ഷേങ്കിലേ അപ്പോഴല്ലേ ശംഖുവിൻ്റെ പ്ലാന് എനിക്കും മനസ്സിലായത്. അവരെന്താ പറഞ്ഞത് ഗംഗെ? ശംഖു എവിടേക്കോ യാത്ര പോണത് കൊണ്ട് ക്ഷേത്രത്തിൽ കുറച്ച് നാൾ ജോലിക്ക് വരാൻ പറ്റില്ല എന്ന്. അതുകൊണ്ടാണ് പകരം വേറൊരാളെ ശംഖു ഏർപ്പാടാക്കിയതെന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ ഈ ട്രിപ്പിൻ്റെ സർപ്രൈസ് എനിക്ക് പൊളിക്കാൻ പറ്റിയത്. ഏടോ, സത്യം പറയട്ടെ, എവിടെ ട്രിപ്പ് പോയാലും നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമിനെ പോലെ ഞാനും ഉണ്ടാവും പിന്നാലെ, കേട്ടോ. അപ്പം ഗൗരി ഒന്നും മിണ്ടിയില്ല. ഗൗരി വിഷമിക്കണ്ട കേട്ടോ. അതെ, സത്യത്തിൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ കട്ടുറുമ്പാകാനൊന്നും ഇല്ല കേട്ടോ. അത് ഞാൻ ചുമ്മാ പറഞ്ഞതാട്ടോടോ. പിന്നെ എനിക്ക് വ്ളോഗിൻ്റെ കിടിലൻ എപ്പിസോഡുകൾ ചെയ്യാനുള്ള കണ്ടൻറ്റ് ആ യാത്രക്കിടയിൽ കിട്ടും. അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. ശംഖു വരട്ടെ, ഞാനിന്ന് പൊളിച്ചടിക്ക് കൊടുക്കുന്നുണ്ട് ഞാൻ അവനെ എന്ന് പറഞ്ഞ് ഗംഗ അങ്ങ് പോയി. അപ്പോൾ ഗൗരിക്ക് ആകെ ടെൻഷനായി. ഇനി എന്തായിരിക്കും? എല്ലാ ദിവസവും വെളുപ്പിനെ അമ്പലത്തിലേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ശങ്കർ ഇവിടുന്ന് പോകുന്നത് പിന്നെ എങ്ങോട്ടേക്കായിരിക്കും? അപ്പോൾ ആകെ വല്ലാത്ത വിഷമായി ഗൗരിക്ക്. പേടിയും ഉള്ളിൽ ഇങ്ങനെ തട്ടിയിരിക്കുകയാണല്ലോ. അപ്പോൾ അതേ ശംഖു ഒരു പലയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് അജിത്തും ജോജും കൂടെ അതേ ശങ്കർ ഭായ് എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്തെങ്കിലും വിവരം കിട്ടിയോടാ എന്ന് ചോദിച്ചോ ശങ്കർ ഭായ്. ആ ധ്രുവൻ്റെ ഡ്രീം ടീംസ് എങ്ങോട്ടോ മുങ്ങിയിട്ടോ, നമ്മൾ അവരെ അന്വേഷിക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. ശങ്കർ ഭായിയുടെ കയ്യിലെങ്ങാനും കിട്ടിയ അവരുടെ കാറ് ക്ലോസ് ആവുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാട്ടോ അവർ എസ്കേപ്പ് അടിച്ചത്. എടാ അജിത്തെ, ജോജോ, പണ്ടൊക്കെ ആരെങ്കിലും പൊക്കണം എന്നൊരു വാക്ക് പറഞ്ഞ വിത്തിൻ സെക്കൻഡ് നമ്മുടെ ആ നിമിഷം മുന്നിലിടുന്ന ടീംസ് അല്ലേ നിങ്ങൾ? നിങ്ങൾക്ക് എന്ത് പറ്റി? നമുക്ക് പ്രയോജനപ്പെട്ട എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോടാ എന്ന് ചോദിച്ചു. എൻ്റെ പൊന്നു ശങ്കർ ഭായ്, അതാട്ടോ അതിശയം. അവന്മാർ എങ്ങടാ പോയതെന്ന് ആർക്കും ഒരു പിടുത്തവും ഇല്ല കേട്ടോ. അതാ ഇങ്ങനത്തെ ഒരു അനുഭവം ആദ്യമായിട്ടാട്ടോ. ഞങ്ങളവൻ്റെ കുടുംബത്തും ബന്ധുവീട്ടിലും ഒക്കെ പോയി അന്വേഷിച്ചു കേട്ടോ. പക്ഷെ ആർക്കും അവനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. വീട്ടുകാരുടെ അടുത്ത് അവൻ ചെന്നിട്ടുമില്ല. അവൻ വീട്ടിലേക്ക് വിളിക്കാറ് പോലും ഇല്ല എന്നുള്ളതാ സത്യം.
നീയൊക്കെ എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു എന്നൊന്നും എനിക്കറിയണ്ട. പക്ഷെ എനിക്ക് റിസൾട്ട് വേണം. ധ്രുവൻ്റെ ഫ്രണ്ട്സിനെ ഒക്കെ എൻ്റെ കൈ കിട്ടണം. ധ്രുവനിലേക്ക് എത്താനുള്ള ഒരേ ഒരു വഴി ആ അലമ്പ പിള്ളേരാ. ധ്രുവൻ ഏതോ മാളത്തിൽ ഒളിച്ചിരുന്നിട്ടാട്ടോ ഈ പരിപാടി ഒപ്പിക്കണത്. അവനെ എങ്ങനെയെങ്കിലും ആ മാളത്തിൽ നിന്ന് പുറത്ത് ചാടിക്കണം. അവൻ്റെ ആ വാഷ് ഔട്ട് ഫ്രണ്ട്സിനെ ഒരെണ്ണത്തിനെ പോലും കൈ കിട്ടണില്ലല്ലോ. ഇനിയിപ്പം നമ്മളെ എന്തുട്ടാ ചെയ്യേണ്ട ശങ്കർഭായ്? എടാ, നമ്മൾ ധ്രുവനെ ആ മാളത്തിൽ നിന്ന് പുറത്ത് ചാടിക്കാൻ പോവാ. ശങ്കർഭായ് എന്തിട്ടായി പറയണത്? അവൻ്റെ ഫ്രണ്ട്സിനെ നമുക്ക് കൈ കിട്ടാണ്ട് നമ്മൾ എങ്ങനെയാണ് ധ്രുവനെ ലോക്ക് ചെയ്യണത്? എടാ അജിത്തെ, ജോജു, നമ്മുടെ മുന്നിൽ 1000 വാതിലടയുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു വാതിൽ നമ്മുടെ വടക്കുനാഥൻ അങ്ങ് തുറന്നു തരാറുണ്ട്. അതുപോലൊരു വാതിൽ ദേ എൻ്റെ മുന്നിലും തുറന്ന് കിടക്കാട്ടോ. എടാ ജോജു, നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ. നമ്മുടെ ശങ്കർഭായുടെ തലയിൽ ധ്രുവനെ പൊക്കാൻ എന്തോ ഒരു കിടുക്കാച്ചേടി വന്നിട്ടുണ്ട്. എന്താ ശങ്കർഭായി പരിപാടി? പറഞ്ഞു എന്ന് പറഞ്ഞു. ശിവാനി എന്ന് പറഞ്ഞു. അവൾ തന്നെയാണ് പരിപാടി. അവൾ ധ്രുവനിലേക്ക് എത്താനുള്ള നമ്മുടെ വാതിൽ എന്ന് പറയുന്നത് അവളാ. ശിവാനി, അതവൻ്റെ കാമുകിയുടെ പേരല്ലേ? അതെ, ആ പെണ്ണ് തന്നെ എന്ന് പറഞ്ഞു. അതെ, ധ്രുവൻ ജീവനോടെ തിരിച്ചു വന്ന സ്ഥിതിക്ക് എന്താണെങ്കിലും ഉറപ്പായിട്ടും അവൾ അവൻ്റെ പഴയ കാമുകിയെ കാണാൻ പോയിട്ടുണ്ടാവും. ശിവാനിയെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ ധ്രുവൻ ഏത് മാളത്തിലൊളിച്ചാലും നമുക്ക് അവനെ പുറത്ത് ചാടിക്കാം. അത് ഞങ്ങൾ ഏറ്റു ശങ്കർഭായ് എന്ന് പറഞ്ഞു. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവൻ്റെ കാമുകി ശിവാനിയെ ഞങ്ങൾ പൊക്കിയിരിക്കും. ഈ സമയത്താണ് ശങ്കറിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത്. ഗൗരി കേട്ടോ. അപ്പോൾ ഗൗരി പെട്ടെന്ന് ഫോൺ എടുത്തു. എന്താ ഗൗരിയെ ഈ സമയത്തൊക്കെ ഒരു കോള്? ശങ്കർ ഇപ്പോൾ എവിടെയുള്ളത്? അതെന്ത് ചോദ്യം എൻ്റെ ഗൗരി ചോദിക്കണത്? ശങ്കർ എവിടെയുള്ളതെന്ന് പറ. ഞാനിപ്പോൾ നമ്മുടെ കുട്ടിയമ്പലത്തിലാട്ടോ ഉള്ളത്. അല്ലാണ്ട് പിന്നെ എവിടെയാണ് ഉള്ളത്? ഇവിടെ ഉത്സവത്തിൻ്റെ പരിപാടികൾ നടക്കല്ലേ. 100 കൂട്ടം തിരക്കാന്നേ. ഓരോന്നിനും ഞാനും ഓടണം. ആ, ശങ്കർ കുട്ടിയമ്പലത്തിൽ തന്നെയാണോ എന്ന് ചോദിച്ചു. അതെ. അതെന്താ താൻ അങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ല, ശങ്കർ എവിടെയാണെന്നറിയാൻ വേണ്ടി വെറുതെ ചോദിച്ചതാ. ശരി, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ഗൗരി ഫോൺ വെച്ചു. അപ്പോൾ വേഗം ശങ്കറിന് സങ്കടമായി. ശരിക്കും പാവം ഗൗരി. ഞാൻ എന്ത് പറഞ്ഞാലും അവൾ വിശ്വസിക്കും. അവളോട് കള്ളം പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട് കേട്ടോ. പക്ഷേ ആ ധ്രുവൻ്റെ കാര്യത്തിൽ ആര് പറഞ്ഞാലും ഞാൻ പിന്നോട്ട് മാറില്ല കേട്ടോ. ധ്രുവന് എൻ്റെ കൈ കൊണ്ട് തന്നെ തീർക്കണം എനിക്ക്. അവന് ഗൗരി ഇതിനെക്കുറിച്ച് നിങ്ങളോടൊക്കെ ചോദിച്ചാൽ ഒരക്ഷരം വേണ്ടി പോകരുത്. മനസ്സിലായല്ലോ നിങ്ങൾ? അപ്പോൾ അജിത്തും ജോജു സമ്മതിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ എത്രയും വേഗം ശിവാനിയെ നമ്മൾ കണ്ടെത്തുന്നു, പൊക്കണം എന്ന് പറഞ്ഞു. അവസാനം പിന്നെ കാണുന്നത് ഗൗരീനെയാണ്. അപ്പോൾ ഗൗരി കിച്ചണിൽ നിൽക്കുകയാണ്. ആ കൂട്ടത്തിൽ ജോലിക്കാരി അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ജോലിക്കാരി വെജിറ്റബിൾസ് അരിയാണ്. അപ്പോൾ അവർ പറഞ്ഞു, മേഡം ആ കറി കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ എന്ന് പറഞ്ഞു. എന്നിട്ട് വേറെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ശങ്കർ എന്തിനായിരിക്കും എന്നോട് കള്ളം പറഞ്ഞ? കുട്ടിയമ്പലത്തിലാണെന്ന് എന്തിനായിരിക്കും കള്ളം പറഞ്ഞത്? ശങ്കർ എവിടേക്കായിരിക്കും പോയിരിക്കുക? ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ആൾ. ഈ ലോകത്ത് എങ്ങും അല്ല ഗൗരി. അപ്പോൾ വീണ്ടും നോക്കി. അപ്പോൾ മേഡം ആ തീയൊന്ന് കുറയ്ക്കുമോ എന്ന് ചോദിച്ചു. പക്ഷേ ഗൗരി കേട്ടതേയില്ല. മേഡം എന്ന് വിളിച്ചു. എന്താ നിങ്ങൾ പറഞ്ഞത്? തീ ഒന്ന് കുറയ്ക്കുമോ എന്ന്. ശരി എന്ന് പറഞ്ഞു. വേഗം തന്നെ ഗൗരി അങ്ങോട്ടേക്ക് ചെന്നിട്ട് ആ കറിക്കകത്ത് കുറച്ച് ഉപ്പങ്ങ് വാരിയിട്ടു. ഉപ്പ് വാരിയിട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇവരെല്ലാണ്. അയ്യോ മേഡം, എന്ത് പണിയായി കാണിച്ചത് എന്ന് ചോദിച്ചു. മേഡം, ഞാൻ ആ കറിക്കകത്ത് ഉപ്പിട്ടതാ. പിന്നെ നിങ്ങളല്ലേ ഉപ്പിടാൻ പറഞ്ഞത്? മേഡം, ഞാൻ ഉപ്പിടാനല്ല പറഞ്ഞത്, ആ തീ ഒന്ന് കുറച്ച് വെക്കാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. അയ്യോ, ഞാനേ മറ്റെന്തോ ചിന്തിച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? സാരമില്ല, അതിന് പ്രശ്നമുണ്ട്, പരിഹാരമുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങളിവിടെ ഉരുളക്കിഴങ്ങിരിപ്പില്ലേ, കുറച്ചിങ്ങോട്ട് എടുക്കുക. എൻ്റെ പൊന്നോ, ഇനി എന്ത് ചെയ്യാനാ? അപ്പോഴാണ് രാധാമണി തങ്കച്ചി അങ്ങ് പറഞ്ഞത്. എന്താ ഇവിടെ പ്രശ്നം? എൻ്റെ പൊന്നു രാധാമണി കൊച്ചമ്മേ, ഈ കറി, എൻ്റെ പൊന്നമ്മേ, ഒരു പ്രശ്നവുമില്ല. ഞാൻ കറിയിൽ അറിയാതെ ഇത്തിരി ഉപ്പ് കൂടുതലിട്ട് പോയി, അതിനായി ഇവർ എന്ന് ഗൗരി ഇങ്ങനെ പറഞ്ഞു. എൻ്റെ രാധാമണി കൊച്ചമ്മേ, രാധാമണി കൊച്ചമ്മ പറഞ്ഞതനുസരിച്ച് ഗംഗമ്മൊക്കെ ഉണ്ടാക്കിയ സ്പെഷ്യൽ കറിയിലാണ് മേഡം ഉപ്പിട്ടത്. ബെസ്റ്റ്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്താടി ഇത്? ഇനി ഇത് മനഃപൂർവ്വം ചെയ്തതല്ലേ? മനഃപൂർവ്വമോ? അമ്മ എന്താ ഈ പറയുന്നത്? ഇത് ഗംഗയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സ്പെഷ്യൽ കറിയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എടി, നീ കൂടുതൽ അഭിനയിക്കല്ലേ, അവക്കറിയില്ലായിരുന്നു പോലും. നീ അറിഞ്ഞുകൊണ്ട് തന്നെയാ ചെയ്തത് എന്ന് പറഞ്ഞു. ഗംഗ മോൾ അത് കഴിക്കാൻ പാടില്ല, അതായിരുന്നു നിൻ്റെ ഉദ്ദേശം. എൻ്റെ അമ്മ, എത്രയും നാളായിട്ട് ഞാൻ ഈ അടുക്കളയിൽ പെരുമാറുന്നു.
ഇത്രയും നാൾ ഇങ്ങനൊരു അബദ്ധം പറ്റിയിട്ടുണ്ടോ? ഇല്ല, പറ്റിയിട്ടില്ല. അത് ഞാൻ സമ്മതിക്കുന്നു. അതുകൊണ്ടല്ലേ നീ മനഃപൂർവ്വം ചെയ്തതാണെന്ന് എനിക്കിപ്പം മനസ്സിലായത്. ഓ എൻ്റെ പൊന്നോ, നിനക്ക് എൻ്റെ പാവം ഗംഗമ്മോളോട് ശത്രുതയാ. ആ ദേഷ്യവ നീ ഇപ്പം കാണിച്ചത്. അമ്മ എന്തിനാ പറയുന്നത്? എനിക്കെന്തിനാ ഗംഗയോട് ശത്രുത? ഗംഗയുടെ നല്ല സുഹൃത്താ. നിനക്ക് ഗംഗമ്മോളോട് ശത്രുതയുടെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ സമയത്താണ് കമല വെടിച്ചില് പോലെ ഇടയ്ക്കൊന്ന് അവരുടെ നടുക്കൂടെ അങ്ങ് കയറിപ്പോയി. എന്താടി കമല നീ കാണിച്ചത്? നിനക്ക് പോകാൻ അത്രയും സ്ഥലം കിടക്കുമല്ലേ, ഇതിനിടയിൽ കൂടെ തന്നെ നിനക്ക് പോകണോ? ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഗംഗമ്മോളോടുള്ള ശത്രുതയുടെ കാരണം ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം, നിനക്ക് കേൾക്കണോ എന്ന് ചോദിച്ചു. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് കമലേ. അപ്പോൾ കമല അവിടെ ചെന്നു എന്തോ തപ്പിയെടുത്തു. മറ്റൊന്നുമല്ല, മുളക് പൊടി പാത്രമാണ് എടുത്തത്. മുളക് പൊടി പാത്രം എടുത്ത് കയ്യിൽ കുറേ മുളക് പൊടി അങ്ങ് തട്ടിയിട്ടു. എന്നിട്ട് നേരെ അവരുടെ അടുത്തേക്ക് വരികയാണ്. അപ്പം നേരെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അതെ, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചു. മുറിയിലിരിക്കണോ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ കമലെ? നിന്നോട് റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ ആരാ പറഞ്ഞത്? ഇവിടെ എന്താമേ പ്രശ്നം എന്ന് ചോദിച്ചു കമല. ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവും, നീ അതിലൊന്നും ഇടപെടണ്ട. നീ നിൻ്റെ റൂമിലേക്ക് പോ. കറിയിൽ അറിയാതെ ഗൗരി ഒരല്പം കൂടുതലിട്ടു ഉപ്പ്. അതാണോ അമ്മയുടെ പ്രശ്നം? അതാണ് എൻ്റെ പ്രശ്നമെങ്കിൽ നീ എന്താ അതിന് പരിഹാരം ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ച് കേട്ടില്ലേടി, നീ അതിന് പരിഹാരം ഉണ്ടാക്കി തരുമോ എന്നാ. ഞാനേ കറിയിൽ ഉപ്പ് കുറയ്ക്കാനേ അമ്മയുടെ കണ്ണിൽ ഞാൻ ഈ മുളക് പൊടി ഇട്ടാലോ എന്ന് ചോദിച്ചു. രാധാമണി പേടിച്ചു. ഈ മുളക് പൊടി കൊണ്ട് ഞാൻ ഇന്ന് അമ്മയുടെ കണ്ണെഴുതും. കമലെ, നീ അബദ്ധമൊന്നും കാണിക്കരുത്. കമലെ, ഗൗരി നീ എന്താ നോക്കി നിൽക്കണത് എന്ന് ചോദിച്ചു. കമലെടുത്തി വേണ്ട എന്ന് പറഞ്ഞ് ഗൗരി കൈക്ക് പിടിക്കുക. നീ പേടിക്കണ്ട ഗൗരി, മുളക് പൊടി കൊണ്ട് കണ്ണെഴുതിയാലേ അമ്മയുടെ കണ്ണ് നല്ല ചന്തായിരിക്കും കേട്ടോ. വിഷമിക്കണ്ടെന്നേ, നമ്മുടെ അമ്മേനെ നമുക്ക് സുന്ദരിയാക്കട്ടെ. ദേ കമലെ, നിന്റെ ഭ്രാന്ത് എൻ്റെ അടുത്ത് കാണിക്കരുത്. ആർക്ക് ഭ്രാന്ത്? എനിക്കാണോ ഭ്രാന്ത് എന്ന് ചോദിച്ചോ. എനിക്കാണോ പറയാ, അതോ നിങ്ങൾക്കാണോ ഭ്രാന്ത്? പറയാ, ആർക്കാ ഭ്രാന്തെന്ന് മര്യാദയ്ക്ക് പറഞ്ഞോ, അല്ലെങ്കിൽ ഈ മുളക് പൊടി കൊണ്ട് ഞാൻ അമ്മയെ കുളിപ്പിക്കും. പറ, ആർക്കാ ഭ്രാന്ത്? പറയാനല്ലേ പറഞ്ഞത്. കമലെടുത്തി അരുത്, അമ്മയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് ഗൗരി കൈക്ക് പിടിച്ചിട്ടുണ്ട്. മര്യാദയ്ക്ക് പറഞ്ഞു, അല്ലെങ്കിൽ അമ്മയുടെ കണ്ണ് ഞാൻ അച്ചാറിട്ടെടുക്കും. പറയാം, ആർക്കാ ഭ്രാന്ത്? വേഗം പറയാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് കമല നിന്ന് ഉറഞ്ഞു തുള്ളുകയാണ്. രാധാമണി പേടിച്ച് വരണ്ടു പോയിട്ടോ. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.